NRIസിൻ്റെ നിന്ന് പ്രോപ്പർട്ടി മേടിക്കാൻ പോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മുഴുവനും കാണുക. കേരളത്തിൽ പ്രത്യേകിച്ച് ഞങ്ങളെ കോട്ടയം സൈഡിലോട്ടൊക്കെ ഇപ്പോൾ ഒത്തിരി NRIs അവരുടെ പ്രോപ്പർട്ടീസ് ഡിസ്പോസ് ഓഫ് ചെയ്തിട്ട് ഇന്ത്യക്ക് പുറത്ത് പോയി സെറ്റിൽ ആവുന്നുണ്ട്. ഇങ്ങനെ ഒരു നോൺ റെസിഡന്റിന്റെ കയ്യിൽ നിന്ന് നിങ്ങളൊരു പ്രോപ്പർട്ടി മേടിക്കുമ്പോൾ ഇൻകം ടാക്സിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഒരു റെസിഡന്റിന്റെ കയ്യിൽ നിന്ന് നിങ്ങളൊരു പ്രോപ്പർട്ടി മേടിക്കുന്ന സമയത്ത് സെയിൽ കൺസിഡറേഷൻ 50 lakh എക്സീഡ് ചെയ്യുമ്പോൾ മാത്രം 1% TDS ഡിഡക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ നോൺ റെസിഡന്റിന്റെ കേസിൽ അങ്ങനത്തെ ഒരു മോണിറ്ററി ത്രഷോൾഡ് ലിമിറ്റ് പറയുന്നേ ഇല്ല. നിങ്ങൾ നോൺ റെസിഡന്റിന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് ഏത് വാല്യൂവിനാണെങ്കിലും ആ വാല്യൂവിന് TDS ഡിഡക്ട് ചെയ്യണം. അപ്പോൾ ഒരു മോണിറ്ററി ത്രഷോൾഡ് ലിമിറ്റ് ഇല്ല എന്നുള്ളത് കൃത്യമായി നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഏത് റേറ്റിൽ TDS ഡിഡക്ട് ചെയ്യണം? 12.5% പ്ലസ് സർചാർജ് പ്ലസ് സെസ്. സർചാർജ് എല്ലാ കേസിലും ആപ്ലിക്കബിൾ ആവത്തില്ല. 50 ലക്ഷം രൂപ വരെയുള്ള ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ 12.5% സർചാർജ് ഇല്ല, 4% സെസ്. അപ്പോൾ ഇഫക്റ്റീവ് റേറ്റ് 13% ആയിട്ട് വരും. ഇനി 50 ലക്ഷത്തിനും 1 കോടിക്കും ഇടയിൽ സെയിൽ കൺസിഡറേഷൻ ഉള്ള പ്രോപ്പർട്ടി ആണെങ്കിലോ 12.5% പ്ലസ് 10% സർചാർജ് പ്ലസ് 4% സെസ്. അപ്പോൾ ഇഫക്റ്റീവ് റേറ്റ് 14.30% ആയിട്ട് വരും. ഇനി 1 കോടിക്കും 2 കോടിക്കും ഇടയിലുള്ള പ്രോപ്പർട്ടി ആണെങ്കിലോ 12.5% പ്ലസ് 15% പ്ലസ് 4% സെസ്. ഇഫക്റ്റീവ് റേറ്റ് 4.95% ആയിട്ട് വരും. ഇനി 2 കോടിക്ക് മുകളിൽ ഹയർ സർചാർജ് ഉണ്ടെങ്കിലും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ കേസിൽ സർചാർജ് ലിമിറ്റ് ചെയ്തിരിക്കുന്നത് 15%ലാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ TDS പിടിക്കേണ്ട റേറ്റ് എത്ര സെയിൽ കൺസിഡറേഷൻ വന്നാലും 4.95% ആണ്. സോ 2 കോടിയാണെങ്കിലും 5 കോടിയാണെങ്കിലും 10 കോടിയാണെങ്കിലും 4.95% ആയിരിക്കും TDS വരുന്നത്. ഇനി ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോയിന്റ്, TDS ഡിഡക്ട് ചെയ്ത് റെമിറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ബയറുടെ ആണ്, സെല്ലറുടെ അല്ല. അപ്പോൾ നിങ്ങൾ ഇത് കൃത്യമായ പെർസെൻറ്റേജ് ഡിറ്റർമിൻ ചെയ്ത് റെമിറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് നിന്ന് നോട്ടീസ് വരുന്ന സമയം കൊണ്ട് സെല്ലർ ഇന്ത്യക്ക് പുറത്തു പോയി കാണും. സോ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഈ എമൗണ്ട്, ഷോർട്ട് ഫോൾ വന്ന എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പെനാൽറ്റി നിങ്ങൾ റെമിറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അത് വലിയൊരു ടാക്സ് ഇമ്പാക്ട് ഉണ്ടാക്കും. അപ്പോൾ നിങ്ങളൊരു പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ആളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കൃത്യമായിട്ടും ഉറപ്പിക്കുക. ആൾ നോൺ റെസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ ആപ്ലിക്കബിൾ റേറ്റ്സിൽ കറക്റ്റായി TDS പിടിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. ഇങ്ങനത്തെ ടാക്സ് റിലേറ്റഡ് അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി ഡു ഫോളോ മൈ ചാനൽ. താങ്ക് യു.